ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നാളെ നമ്മൾ ദിയമോൾ സ്കൂൾ തുറക്കാണ്, UKGക്കാണ് ഇനി. അപ്പോൾ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്താൻ വേണ്ടി പോവുകയാണ്. എന്ത് വാങ്ങിക്കാന്? ബാഗും ബുക്കും ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും പെൻസിലും സ്ലേറ്റും. വാഗോട്ടെ എങ്ങനെയാണ് കുമ്പിരുത്താലോചിക്കാറ്? പെൻസിൽ ബോക്സും നമ്മള് സ്കൂളിൽ ബുക്സ് വാങ്ങാൻ പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ കൊട്ടാരത്തുള്ള ഇക്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നമ്മൾ ദിയമോൾ പഠിക്കുന്നത്. UKGയിലാണ് ഇനി വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ബുക്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ബുക്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്, പെയിൻറ്റിങ്ങൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ബുക്സ് വാങ്ങിച്ച് കിട്ടി. സൂപ്പർ, പഠിക്കുക. ഈ തലാട്ടൽ മാത്രമേ ഉള്ളൂ കേട്ടോ. തുടക്കത്തിൽ അമ്മായിമ്മ കരിച്ചിട്ടും പരിച്ചിട്ടും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പഠിക്കലൊക്കെ ഒരു കഥയാണ്. അങ്ങനെ നമ്മൾ പുതിയ സ്കൂളിൽ പണി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഈ സ്കൂളിലായിരിക്കും. നമ്മളിപ്പോൾ പോകുന്നത് കോട്ടക്കൽ നെസ്റ്റോയിലാണ്. എന്താ റോഡൊക്കെ അടിപൊളിയാണ്. നമുക്ക് ട്രാവലിങ് ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര സുഖമാണ്. നമുക്ക് പറയാം, കുണ്ടും കുഴിയൊന്നുമില്ല. നല്ല സുഖമായിട്ട് അധികം തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്യാം. നമ്മളങ്ങനെ കോട്ടക്കൽ നെസ്റ്റോയിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല ഓഫേഴ്സ് നടക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾക്ക് ഒരു ഓഫർ നടക്കുന്നുണ്ട്. വീട്ടിലേക്കുള്ള സാധനമാണെങ്കിലും സ്കൂളിലേക്കുള്ള സാധനമാണെങ്കിലും നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലൊക്കെ കയറി ഇവിടെ വന്ന ദിയമോൾക്കുള്ള സ്ഥിരം പരിപാടിയാണ് ഇതുപോലെ ഒന്ന് എടുക്കുക, ഇവാൻ അതിൽ ഇരുത്തുക, ഇങ്ങനെ പോവുക. നല്ല ഇഷ്ടമാണ്. ഇതുപോലെ ഉന്തി നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് സ്കൂൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. നമ്മളങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇവാൻകുട്ടൻ ഇതിലിരുന്നിട്ട് ഒരു സമാധാനം ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്, ഒന്നും തൊടാനും പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല. ആ ഒരു വിഷമമായിരുന്നു. ഇവൾ ആദ്യം ചെന്നപ്പോൾ ആദ്യം പോയി എടുക്കുന്നത് ഈ ഒരു ബോക്സുമൊക്കെയാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒരു 4-5 ബോക്സ് ഇവൾ ഇതുപോലത്തെ വാങ്ങിച്ചിട്ടുണ്ട്. വെറുതെ വാങ്ങിക്കും, പിന്നെ അതിൻ്റെ ഒരു 2 ദിവസം ഭയങ്കര ഇഷ്ടമായിക്കാരം, പിന്നെ അത് വലിച്ചെറിയും. അങ്ങനെ നമ്മൾ ഒരു ബോക്സ് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മതി പറഞ്ഞൊരു പൗച്ചാണ് സെലക്ട് ചെയ്തത്. നമ്മളങ്ങനെ ഈ പൗച്ച് എടുത്ത് അടുത്തത് നമുക്ക് സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സൊക്കെ എടുക്കണം. നല്ല ഭംഗിയുള്ള പാത്രങ്ങളായിരുന്നു കേട്ടോ. ഒരുപാട് സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും നല്ല ക്യൂട്ടായിട്ട് വളരെ അഫോർഡബിൾ റേറ്റിനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അവൾക്ക് ഏതേത് കാണിച്ചു കൊടുത്തിട്ട് ഇഷ്ടമായില്ല. ഞങ്ങൾ അവസാനം ആദ്യം ഞങ്ങൾ സ്നാക്സ് ബോക്സ് എടുക്കാമെന്ന് വിചാരിച്ച് സ്നാക്സ് ബോക്സിനായിട്ട് ഒരു പാത്രം എടുത്ത് കൊടുത്തപ്പോൾ ഇവൾ പറഞ്ഞു എനിക്കിത് ഇഷ്ടമായിട്ടില്ല. ഞാൻ വിചാരിച്ച് എൽസെഡാകുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, എന്നാൽ എൽസെഡ് ആയിക്കോട്ടെ വിചാരിച്ച്. ഇവൾക്ക് ഇത് ഇഷ്ടമായില്ല. അവൾ ഓരോന്ന് എടുക്കും. പക്ഷെ നമ്മൾ ഏതാണ്ട് നോക്കട്ടെ കാണിച്ചോട്ടെ. ഇത് ഇഷ്ടമായോ? നയിക്ക് വെച്ചാളാ, പതുക്കെ വെക്കട്ടാ. അതെടുത്തോക്കണേ. അങ്ങനെ നമ്മൾ ഈ ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവൾക്ക് പിങ്കിൽ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. എല്ലാതും നമ്മൾ പിങ്കിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ നമ്മൾ പിങ്കിലാണ് എടുത്തിട്ടുള്ളത്. ഈ വാങ്കുട്ടനെ ഞാൻ ഇതിൽ ഇരുത്തിയതാണ്. അവന് ഭയങ്കര അലമ്പായിരുന്നു. ഇതിലാവുമ്പോൾ ഇങ്ങനെ എടുത്തിരുന്ന സാധനങ്ങൾ എടുത്ത് കളിച്ചോളൂല്ലോ വിചാരിച്ച് നമ്മളതിൽ ഇരുത്തിയതാണ്. പിന്നെ നമ്മൾ ബുക്സൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഒരു റോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതും പിങ്കിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നോക്കി. ദിയമോളറ്റ് ഒരു ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഓരോ സാധനത്തിനും ഭയങ്കര വാശിയുള്ള ആളാണ്. നമ്മൾ ഇവിടുന്ന് ഒരു പെൻസിലിൻ്റെ ഒരു ബോക്സ് എടുത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് ബാഗൊന്നും കിട്ടിയിട്ടില്ല. ബാഗൊന്നും ഇഷ്ടപ്പെട്ട ഒരു കളറൊന്നും ഇല്ല. ദിയമോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാഗൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇവിടുന്ന് വീട്ടിലുള്ള അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി 2:30 ആയപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഫുഡ് കഴിക്കാനായപ്പോൾ നമ്മൾ അൽറീം റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. മന്തിയും അൽഫാമും ആയിരുന്നു ഓർഡർ ചെയ്തത്. ആ സമയം ഇവാൻകുട്ടനെ നമ്മൾ ബേബി ചാറിൽ ഇരുത്തി, അല്ലെങ്കിൽ അവന് ഇരിക്കില്ല, പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ബേബി ചാറിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ദിയമോൾ അപ്പോഴും ചോദിക്കുന്നത് എപ്പോഴാണ് അതിൻ്റെ ബാഗ് ഇട്ടുക എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമ്മളങ്ങനെ ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ കഴിച്ച് ദിയമോൾക്ക് ഞാൻ വാരി കൊടുക്കുമായിരുന്നു. അല്ലാതെ അവൾ കഴിക്കില്ല. ഒറ്റക്ക് കഴിക്കുന്ന പരിപാടിയേ ഇല്ല. വാരി കൊടുത്താലേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഇരിക്കുന്ന ടൈമിൽ ആ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഊഞ്ഞാല കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയമോൾ ആ ഊഞ്ഞാല അവിടെ തിരഞ്ഞു നോക്കുകയാണ്. പക്ഷെ അവൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. മഴയായ കാരണം ഞങ്ങളത് കാണിച്ചു കൊടുത്തില്ല. തിരിച്ച് നമ്മൾ വീണ്ടും കാറിലോട്ട് കയറി. ഇനി നമുക്ക് വളാഞ്ചേരിയിൽ നോക്കാമെന്ന് വിചാരിച്ചു.
വളാഞ്ചേരി നമ്മൾ അധികവും ഫുട്വെയറും ഫാൻസിയും അതുപോലെ ബാഗ്സൊക്കെ വാങ്ങിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. എഫ് മാക്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ആ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല നല്ല വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ പോയപ്പോഴും ദിയമോൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒന്നുമില്ല. അവൾ ബാഗ് ഓരോ നോക്കും, ഇതല്ല എന്ന് പറഞ്ഞ് എൽസയുടെ ബാഗ് വേണം. പക്ഷേ എൽസയുടെ ബാഗ് അവിടെ ഉണ്ടായിരുന്നു, അവൾക്ക് ആ ബാഗ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞ് നമുക്ക് ഷൂ എടുത്തിട്ട് പോകാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ സ്കൂൾക്ക് ഇടാനുള്ള ഷൂ എടുത്ത് നമ്മളങ്ങനെ ഷൂ എടുത്തിട്ടുണ്ട്. ഷൂ എടുക്കുമ്പോഴും ഭയങ്കര വാശിയായിരുന്നു, ഈ ഷൂ മതി. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഷൂ നമുക്ക് ഇടാൻ പറ്റില്ല. അവൾക്ക് ഈ ഒട്ടിക്കാനൊന്നുള്ള ടൈം അവൾക്ക് കിട്ടാറില്ല. അധികം ഇങ്ങനത്തെ ഷൂ ആണ് അവൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട്. ഞങ്ങളങ്ങനെ പറഞ്ഞ് ഈ ഷൂ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഷൂ മതി. അപ്പോൾ അതിലും വാശിയാണ്, എനിക്ക് ഇതെല്ലാം മറ്റേത് മതി പറഞ്ഞ് വാശി പിടിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെ അതെന്താ സംഭവം ഇതുണ്ടാക്കല്ലോ. ഇതുപോലെ ദിയമോളെ ബാഗ് ഇതുപോലെ സിഫത്തൊക്കണില്ല. ഇങ്ങനത്തെ പറഞ്ഞ് അത് വെക്കും അടിയിലുണ്ട്. ഫൈനലി നമ്മുടെ ബാഗൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോകാം. നല്ല മഴയായിരുന്നു വീട്ടിൽ പോകുമ്പോൾ. വൈകിട്ട് ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.